ട്രംപ് എന്താ പറഞ്ഞേ? ഇനി നിങ്ങൾ പ്രത്യാക്രമണം നടത്താതിരുന്ന ഞാൻ അവസാനിപ്പിച്ചോളാം. നിങ്ങൾ തിരിച്ചടിച്ചാൽ നിങ്ങൾ സഹിക്കാൻ പറ്റാത്ത ഞാൻ വീണ്ടും തരും. ആരാ പറയുന്നേ? അമേരിക്കയുടെ പ്രസിഡന്റ്. ആരോടാ പറയുന്നേ? ഇറാനോട്. ഇറാൻ ഏതാ? ആക്രമിക്കപ്പെട്ട ജനത. ആരാക്രമിച്ചത്? അമേരിക്കയും ഇസ്രായേലും. എന്നിട്ട് അമേരിക്ക എന്താ പറയുന്നേ? പ്രത്യാക്രമണം നിങ്ങൾ നടത്തരുത്, ഞങ്ങൾ അടിക്കുന്നതൊക്കെ കൊണ്ടോണ്ട് നിന്നോളാം, എന്നാ ഞങ്ങൾ ഇത് അവസാനിപ്പിച്ചോളാം. ഞങ്ങൾ ഇടയ്ക്ക് വന്ന് സുഖം തോന്നുമ്പോ അടിക്കും, നിങ്ങൾ കൊള്ളണം, അപ്പൊ ഞങ്ങൾ മിണ്ടാതിരിക്കാം. നിങ്ങൾ തിരിച്ചടിച്ചാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്ത് ഞങ്ങൾ വീണ്ടും തരും. എന്തു ന്യായമാ സഹോദരങ്ങളെ! ഇപ്പോഴും പറയുന്നു, ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കാതെയാണ് പലരും ഇസ്ലാമിനെതിരെ കുതിര കയറുന്നത്. ഭൂമിശാസ്ത്രപരമായി ഞാൻ പലവട്ടം ഉണർത്തിയിട്ടുള്ള കാര്യമാണ്. ഭൂമിശാസ്ത്രപരമായി ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ പ്രഥമ യുദ്ധം ബദർ മദീനയിൽ നിന്ന് 150 കിലോമീറ്റർ ഇപ്പുറം, മക്കയിൽ നിന്നാകട്ടെ 350 കിലോമീറ്റർ ഇപ്പുറം. മദീനക്കാര് നബിയും സഹാബത്തും അങ്ങോട്ട് പോയതല്ല എന്ന് ഭൂമിശാസ്ത്രപരമായി തെളിയിക്കാൻ കഴിയും. അവരിങ്ങോട്ട് വന്നതാണ്. ഉഹദ് മദീനയുടെ തൊട്ടുമുറ്റത്താണ്. ബാബു സലാമിൽ നിന്ന് പിറകിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം ഉഹദ് മല. അവിടെയാണ് ഉഹദ് മലയുടെയും ജബൽ റുമാത്ത്, അതിന്റെ ഇടയിലാണ് മഅരിക്കത്ത് ഹംസത്തുൽ കറാർ തങ്ങൾ കിടക്കുന്ന പരിശുദ്ധമായ ആ ഭാഗം. അവിടെയാണ് യുദ്ധം നടന്നത്. മദീനയുടെ മുറ്റത്താണ്. മദീനയിൽ നിന്ന് 1 കിലോമീറ്റർ 2 കിലോമീറ്ററോ അപ്പുറത്ത്, അങ്ങ് അറ്റം പോയാൽ ഒരു 4 കിലോമീറ്റർ. മക്കക്കാർ ഇങ്ങോട്ട് വന്നതാണ്, മദീനക്കാർ അങ്ങോട്ട് പോയി അടിച്ചതല്ല. പിന്നെ നടന്ന അഹ്സാബ് എന്ന സഖ്യകക്ഷികൾ കൂട്ടം കൂടി വന്ന അഹ്സാബ് അഥവാ ഖന്തഖ് യുദ്ധം. ഖന്തഖ് എവിടെയാണ്? മദീനയുടെ മുറ്റത്താണ്, മദീനയുടെ തൊട്ടടുത്താണ്. മക്കക്കാർ ഇങ്ങോട്ട് വന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാം യുദ്ധത്തിന് സമാനമാണ് എന്ന നാഴികയ്ക്ക് 40 വട്ടം രാപ്രസംഗങ്ങളിലും കവലപ്രസംഗങ്ങളിലും ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലും വിളമ്പുന്നവർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അത് നമ്മളിൽ പലരും നമ്മളത് കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ ശരിയാണല്ലോ എന്ന് ചിന്തിച്ചു പോകുന്ന മുസ്ലിം സമുദായത്തിന്റെ അപക്വമായ ചില ചിന്തകളെ തിരുത്തി കുറിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു, ബദർ യുദ്ധം നടന്നത് ഒരിക്കലും തിരിച്ചടിക്കാൻ വേണ്ടിയായിരുന്നില്ല. ഒന്ന്, ഇവർ മക്കയിൽ നിന്ന് പോകുമ്പോ മക്കയിൽ എല്ലാം ഉപേക്ഷിച്ചു പോയവരാണ്. അവിടെ സ്വത്ത് മുഴുവനും മക്കയിലാണ്. ഇന്ന് ഇറാനിലേക്ക് സംഹാരശേഷിയുള്ള ബോംബിംഗ് നടത്തിയിട്ട് ഇറാനെ നശിപ്പിച്ചുകൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവിനെ കൊന്ന് ആ ഇറാൻ ഇന്ന് വിദേശ ഗൾഫ് രാജ്യങ്ങളിലെ ഖലീജിലെ ഗൾഫ് രാജ്യങ്ങളിലെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, UAE അടക്കമുള്ള പ്രദേശങ്ങളിലെ എംബസികളിലും അതുപോലെ അമേരിക്കൻ ക്യാമ്പുകളിലേക്കും ഇറാൻ ബോംബിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ബോംബിംഗ് നടത്തുന്ന, മിസൈൽ ആക്രമണം നടത്തുന്ന ഈ ഘട്ടത്തിൽ ഇതിന്റെ ഒക്കെ പിന്നിൽ ഒരൊറ്റ കാര്യമാണ്: അമേരിക്കയുടെ സാമ്രാജ്യത്വ ശക്തിയുടെ ആയുധങ്ങൾ വിറ്റഴിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് അവർക്കുള്ളത്. ഇതിന്റെ ഒക്കെ ചുക്കാൻ പിടിക്കുന്നത് അമേരിക്കയും ഇസ്രയേലുമാണ്. അവർ തമ്മിലുള്ള അന്തർധാരയാണ് പ്രിയപ്പെട്ടവരെ പരസ്പരം തമ്മിലടിപ്പിക്കുക എന്നുള്ളത്. ഞാൻ തറാവീഹിന് ഒരിക്കൽ പറഞ്ഞിരുന്നു, ഞാൻ ആ ഭാഗത്തെ പറ്റി പറയുന്നില്ല. സെൻട്രൽ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിനോട് പറഞ്ഞിരിക്കുന്നു, ഇറാൻ അനുകൂലമായി പ്രസംഗിക്കുന്നവരെയൊക്കെ പ്രത്യേകം നോട്ട് ചെയ്തോളാൻ. അത് പേടിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ആക്രമിക്കപ്പെടുന്ന ഒരു സമൂഹത്തോടൊപ്പം, ഏനയോടൊപ്പം നിന്നൊന്നും നിലവിളിക്കാനുള്ള സ്വാതന്ത്ര്യം പോലുമില്ലാത്ത ഒരു ലോകത്ത് ഒരേ സമയം ഇരയോടൊപ്പവും വേട്ടക്കാരനോടൊപ്പം നിൽക്കുന്ന ഏറ്റവും നെറികെട്ട ഒരു ലോകത്ത് നമുക്ക് പറയാൻ കഴിയും, ആയുധങ്ങൾ വിറ്റഴിക്കുക എന്നുള്ളത് യുദ്ധത്തിന്റെ തന്ത്രമാണ്. യുദ്ധത്തിന്റെ തന്ത്രമാണ്. ഇവിടെ മക്കക്കാരുടെ മുഴുവൻ സ്വത്തും പിടിച്ചെടുത്തു. നിങ്ങൾ അറിയണം, എല്ലാം ഉപേക്ഷിച്ചു പോയവരാണ്. ഒന്നുമില്ല, ഉടുത്തിരിക്കുന്ന തുണിയല്ലാതെ മറ്റൊന്നുമില്ലാതെ മദീനയിലേക്ക് പോയ സഹാബത്തിന്റെ കോടിക്കണക്കിന് ആസ്തിയുള്ള ആസ്തികൾ മുഴുവനും അവർ കൈയടക്കി. എന്നിട്ട് അതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് ഷാമിലേക്ക് പോയി. അവിടെ ചെന്ന് കച്ചവടം ചെയ്തു അബൂ സുഫിയാൻ. ആ അബൂ സുഫിയാൻ കച്ചവടം ചെയ്തത് ആരുടെ പണം കൊണ്ടാണ്? അവരുടെ ആരുടെയും പണം കൊണ്ടല്ല. തീരെയില്ല എന്ന് പറയാനും പറ്റൂല. ഉണ്ട്.
അതിൽ മക്കക്കാരായ മുഹാജിറുകൾ മദീനയിലേക്ക് പോയ പലരുടെയും സ്വത്താണ്. അത് മുഴുവനും കൊണ്ടുവന്ന് അവര് ലാഭകരമായ കച്ചവടം നടത്തിയിട്ട് അവര് കൊണ്ടുവന്നത് ഗോതമ്പ് മാത്രമായിരുന്നില്ല, അവര് കൊണ്ടുവന്നത് ഈ പറയുന്ന ബാർലി മാത്രമായിരുന്നില്ല, അവര് കൊണ്ടുവന്നത് ഈ പാവപ്പെട്ട മദീനയിൽ താമസിക്കുന്ന മക്കയിൽ നിന്ന് പലായനം ചെയ്തു പോയ സഹാബത്തിനെ ആക്രമിക്കാനുള്ള ആയുധങ്ങൾ കൂടി വാങ്ങി എന്നുള്ളതാണ്. ആയുധങ്ങൾ കൂടി വാങ്ങി എന്നുള്ളതാണ്. അവിടെയാണ് ആയുധ കച്ചവടം. ഇത് ഇന്ന് തുടങ്ങിയതല്ലോ പ്രിയപ്പെട്ടവരെ. ക്രിസ്തു വർഷം 624 ജനുവരി മാർച്ച് മാസം, നേരത്തെ പറഞ്ഞതുപോലെ 10-ാം തീയതി, പരിശുദ്ധമായ ഹിജറ 2-ാം വർഷം ബദർ യുദ്ധം നടക്കുമ്പോ, ആ ബദർ യുദ്ധം മാർച്ച് 13-ാം തീയതി ബദർ യുദ്ധം നടക്കുമ്പോ, ആ ബദർ യുദ്ധത്തിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട സഹാബത്തിനെ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ക്ഷണിച്ചു കൊണ്ടുപോകുന്നത് ഒരിക്കലും ആക്രമിക്കാനായിരുന്നില്ല, ഇവരുടെ സ്വത്ത് പിടിച്ചെടുക്കാനുമായിരുന്നില്ല. അങ്ങനെ ആകാമല്ലോ, ഞങ്ങളുടെ സ്വത്ത് കൊണ്ടാണ് ഇവരെ അബൂ സുഫിയാൻ കച്ചവടം ചെയ്യുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന്റെ ലാഭം വേണമെന്ന് പറഞ്ഞിട്ട് ലാഭം പിടിച്ചു നിർത്തി വാങ്ങാൻ വേണ്ടി പോയതല്ല, മറിച്ച് തങ്ങളെ ആക്രമിക്കാൻ ഒരു വലിയ ആയുധ ശേഖരവുമായിട്ട് അബൂ സുഫിയാൻ വരുന്നുണ്ടെന്ന വിവരം കിട്ടിയപ്പോഴാണ് സഹോദരങ്ങളെ തടയാൻ വേണ്ടിയിട്ട് ആയുധ ലാഭ കച്ചവടത്തിലൂടെ ആയുധം വാങ്ങി കൂട്ടിയിട്ട് വന്ന ഒരു സമൂഹത്തെ തടഞ്ഞു നിർത്തിയിട്ട് അരുതെന്ന് പറയാൻ വേണ്ടിയാണ് പ്രവാചകൻ സഹാബത്തിനെ ക്ഷണിച്ചത്. ഖുർആൻ വളരെ സ്പഷ്ടമായി പറയുന്നുണ്ട്. അൻഫാൽ അധ്യായം നിങ്ങൾ എടുക്കണം. അൻഫാൽ യുദ്ധത്തിനെ സംബന്ധിച്ചും സമരാർജിത സ്വത്തിനെ പറ്റിയിട്ടും പറയുന്ന അധ്യായമാണ്. ആ അധ്യായത്തിൽ 7-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്, വഇദ് യഇദുകുമുല്ലാഹു ഇഹ്ദ ത്വായിഫതൈനി أنها لكم وتودون أن غير ذات الشوكة تكون لكم ويريد الله أن يحق الحق ويبكلماته ويبطل ويقطع دابر الكافرين. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ ഉദ്ദേശിച്ചത് രണ്ടാളൊരു സംഘത്തെ നിങ്ങൾക്ക് നേരിടാമെന്നാണ്. പാവപ്പെട്ട ബദരീങ്ങൾ ആദ്യം പ്രതീക്ഷിച്ചത് എന്താണ്? നിങ്ങൾ ഉദ്ദേശിച്ചത് ഒരു ആയുധരഹിത വിപ്ലവമായി. അവരെ തിരിച്ചടിക്കാം. ഖുർആനാ പറയുന്നത്, നിങ്ങൾ ആയുധമെടുക്കൽ നിങ്ങളുടെ ലക്ഷ്യമായിരുന്നില്ല, നിങ്ങൾ ആയുധമെടുക്കൽ നിങ്ങളുടെ ലക്ഷ്യമായിരുന്നില്ല, മറിച്ച് ആയുധരഹിതമായ ഒരു പോരാട്ടത്തിനാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ അല്ലാഹു നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നറിയോ? അല്ലാഹു തആല ഇവിടെ ഹക്കിനെ പുലർത്തണമെന്നും സത്യനിഷേധികളുടെ അടിവേര് തായ്വേര് മൂടോടെ മുരടോടെ വേരോടെ പിഴുതെറിയണമെന്നും അല്ലാഹു ഉദ്ദേശിച്ചു എന്ന് സൂറത്തുൽ അൻഫാൽ വചനം 7. ഇവിടെ ഖുർആനിന്റെ ശകലങ്ങൾ കണ്ടന്റുകൾ എടുത്തു വെച്ചിട്ട് വിവരമില്ലാതെ വിവരദോഷികൾ എന്തെങ്കിലുമൊക്കെ വാട്സപ്പുകളിലും ഫേസ്ബുക്കുകളിലും സോഷ്യൽ മീഡിയയിലും പറയുമ്പോൾ അതൊക്കെ ഏറ്റുപിടിച്ചിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ട് വീണ്ടും ഞങ്ങൾ മുസ്ലിം എക്സ് ആണെന്ന് പറഞ്ഞ് ജീവിക്കുകയും, അങ്ങനെ ആരെങ്കിലും പറയാറുണ്ടോ? രാത്രി ബാത്റൂമിൽ പോയിട്ട് തിരിഞ്ഞിരുന്നിട്ട് ഇത് ഞാൻ ആദ്യം കഴിച്ച ബിരിയാണിയാണെന്നാരും പറഞ്ഞ ശീലമൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെയാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ മുമ്പ് അങ്ങനെ ആയിരുന്നു, അതെന്തിനാ ഇപ്പൊ പറയുന്നേ? നീ അങ്ങനെ ആയിരുന്നു, നിന്നെ ഇസ്ലാമിന് വേണ്ടാത്തോണ്ട് അല്ലാഹു തആല പുറത്താക്കി, പുകഞ്ഞ കൊള്ളി പുറത്താണ്. ഇപ്പോഴും നീ എന്തിനാ തിരിഞ്ഞിരുന്നിട്ട് മുസ്ലിം ആയിരുന്നു എന്ന് പറയുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. ഞാനിത് രാവിലെ കഴിച്ച ബിരിയാണിയാണ്, ഉച്ചയ്ക്ക് കഴിച്ച നെയ്ച്ചോറാണെന്ന് ആരും പറയാറില്ല വിസർജറ്റ് നോക്കിയിട്ട്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുമ്പ് നീ ഉണ്ടായിരുന്നത് മധുരമോറുന്ന ബിരിയാണിയാണ്, ഇപ്പൊ വിസർജത്തിന്റെ സ്ഥാനത്താണ് നീ ഉള്ളത്. എന്നിട്ട് നീ ബിരിയാണിയുടെ കഥ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ഇപ്പോഴും നിന്റെ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയ കണല് കെടാതെ കിടക്കുന്നുണ്ട് ഇസ്ലാമിന്റേത്. അതിനോടുള്ള താല്പര്യമാണ്, ഇസ്ലാമിനെ പരിഹസിക്കലാണ്, ആരിൽ നിന്നും അച്ചാരം വാങ്ങിയിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഒരിക്കലും ആയുധരഹിതമായ ഒരു പോരാട്ടമായിരുന്നു അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ സ്വഹാബത്ത് ബദറിലൂടെ ഉദ്ദേശിച്ചത്. ഞാൻ അവസാനിപ്പിക്കട്ടെ ആ കാര്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു ഉദ്ദേശിച്ചത് നേരെ വേറൊരു വിപരീതമായ കാര്യമാണ്. ഈ രാജ്യത്ത് നിന്ന്, ഈ ലോകത്ത് നിന്ന് ദാബിറൽ കാഫിരീൻ, കുഫാറുകളുടെ അടിവേരിറക്കണം. എപ്പോഴാ ഇത്?
യുദ്ധക്കൊതിയന്മാരെന്ന് വിളിക്കുന്നവർ ഞാൻ പലപ്പോഴും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. 40ാമത്തെ വയസ്സുവരെ അല്ലമീനാണ്, വിശ്വസ്തനാണ്, സത്യസന്ധനാണ്, പൊന്നാര നബിയാണ്, അബ്ദുള്ളയുടെ മോനാണ്, ആമിനയുടെ തങ്കക്കട്ടിയാണ്. എല്ലാരും ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞു. 40ാമത്തെ വയസ്സിൽ നുബുവത്തും റിസാലത്തും കിട്ടിയപ്പോൾ നീണ്ട 13 വർഷക്കാലം അഥവാ ഒരു വ്യാഴവട്ടക്കാലവും ഒരു വർഷം കൂടി ആ പ്രവാചകൻ അനുഭവിച്ച ത്യാഗം ചെറുതല്ലല്ലോ. ചെറുതാണോ അനുഭവിച്ചത്? 13 വർഷം. 40ാമത്തെ വയസ്സിൽ നുബുവത്ത് പ്രഖ്യാപനത്തോടുകൂടി 13 വർഷം അഥവാ 53 ഹിജ്റ പോകുന്ന സമയം വരെ. അതിൽ 51 ഒരിക്കലും മറക്കാൻ പറ്റാത്ത വർഷമാണ്. 50-51 എന്താ കാര്യം? അപ്പോഴാണ് ഹിജ്റ പിന്നെ ഇസ്രാ മിഅ്റാജ് പോയത്. അതോടുകൂടി ഭ്രാന്തൻ എന്നുള്ള പേരും കൂടി കിട്ടി. ആരെങ്കിലും അള്ളാഹുവിന്റെ ഹബീബിനെ പൂച്ചെണ്ട് കൊടുത്തു സ്വീകരിച്ചോ? ആരെങ്കിലും ഷാളിട്ട് കൊടുത്തോ? തിരിച്ചു വന്നപ്പോ നിശാപ്രയാണവും വാനാരോഹണവും കഴിഞ്ഞ് വന്ന പ്രവാചകന്റെ തോളത്തേക്ക് കുവൈറ്റി ഷാളണിച്ചു കൊടുത്ത് ആരെങ്കിലും സ്വീകരിച്ചിരുന്നോ? ഇല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട പ്രവാചകനെ വിളിച്ചത് ഇവന് ഭ്രാന്താണ് എന്ന് പറഞ്ഞിട്ട് അധിക്ഷേപങ്ങളുടെ ശരം പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ തിരിച്ചൊരു വാക്ക് പോലും പറഞ്ഞില്ല. എന്താ നബിയെ, ഞങ്ങൾ ഇങ്ങനെ അനുഭവിക്കുന്നില്ലേ? സഹാബ, നിങ്ങൾ ക്ഷമിക്കൂ, അള്ളാഹു അനുവദിച്ചാലല്ലേ വല്ല പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് 13 വർഷം സഹിച്ചു. റബ്ബെന്താ പറഞ്ഞേ? ഇനി നിങ്ങൾ പ്രത്യാക്രമണം നടത്താതിരുന്ന ഞാൻ അവസാനിപ്പിച്ചോളാം. നിങ്ങൾ തിരിച്ചടിച്ചാൽ നിങ്ങൾ സഹിക്കാൻ പറ്റാത്ത ഞാൻ വീണ്ടും തരും. ആരാ പറയുന്നേ? അമേരിക്കയുടെ പ്രസിഡന്റ്. ആരോടാ പറയുന്നേ? ഇറാനോട്. ഇറാൻ ഏതാ? ആക്രമിക്കപ്പെട്ട ജനത. ആരാക്രമിച്ചത്? അമേരിക്കയും ഇസ്രയേലും. എന്നിട്ട് അമേരിക്ക എന്താ പറയുന്നേ? പ്രത്യാക്രമണം നിങ്ങൾ നടത്തരുത്, ഞങ്ങൾ അടിക്കുന്നതൊക്കെ കൊണ്ടോണ്ട് നിന്നോളാം, എന്നാ ഞങ്ങൾ ഇത് അവസാനിപ്പിച്ചോളാം. ഞങ്ങൾ ഇടയ്ക്ക് വന്ന് സുഖം തോന്നുമ്പോ അടിക്കും, നിങ്ങൾ കൊള്ളണം, അപ്പൊ ഞങ്ങൾ മിണ്ടാതിരിക്കാം. നിങ്ങൾ തിരിച്ചടിച്ചാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്ത് ഞങ്ങൾ വീണ്ടും തരും. എന്തു ന്യായമാ സഹോദരങ്ങളെ? 40 വയസ്സിൽ നുബുവത്ത് കിട്ടി, 13 വർഷക്കാലം മക്കയിൽ അനുഭവിച്ച്, 2 വർഷക്കാലം മദീനയിൽ അനുഭവിച്ചു. ഈ 15 വർഷക്കാലം അനുഭവിച്ചപ്പോൾ അല്ല പറഞ്ഞു, ഇനി നബിയെ നിങ്ങൾക്കൊരു 8 വർഷം കൂടി ഉണ്ട്. ആ 8 വർഷം നിങ്ങൾ അനുഭവിക്കാനുള്ളവരല്ല, നിങ്ങൾ തടയണം. ഇതിന്റെ വർഷത്തിന്റെ കണക്കെടുക്കും. 10, 3, 13, 2, 15. 15 കൊല്ലത്തെ അനുഭവം. തിരിച്ചടിക്കാനുള്ളതോ 8 വർഷം മാത്രം. 8 കൊല്ലം മാത്രം തിരിച്ചടിക്കുക എന്ന് പറഞ്ഞ പകുതിയിലധികവും അനുഭവിക്കാനുള്ളതായിരുന്നു. ഇത് ഈ ലോകത്തെ പാശ്ചാത്യൻ എന്തെങ്കിലും അറിയോ? ഇസ്ലാമിനെ തീവ്രവാദത്തിന്റെ മുഖം ചിത്രമായി കൊടുക്കുമ്പോ ഏവർക്കെങ്കിലും ഇത് തിരിച്ചറിയാൻ നിങ്ങൾ വരിൻ, പഠിക്കും, തയ്യാറാവും പഠിക്കാൻ. ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു തരാം, യുദ്ധം എന്താണെന്ന് പറഞ്ഞു തരാം. ഇനി ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് രണ്ടാമത്തെ സംഭവം ഹിജ്റയുടെ 8-ാം വർഷം. ഹിജ്റയുടെ 8-ാം വർഷം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പരിശുദ്ധമായ ഹിജ്റയുടെ 8-ാം വർഷം റമദാൻ മാസത്തിന്റെ 20-ാമത്തെ ദിവസം നടന്ന മക്ക വിജയം. അതും ഇസ്ലാമിന്റെ ചരിത്രമാണ്. അത് അധികാരം കയ്യിൽ കിട്ടിയപ്പോഴാണ്. എന്താ ചെയ്തെന്നറിയോ? 10,000 സഹാബാക്കളുമായിട്ട് മദീനയിൽ നിന്ന് വരിക മക്ക വിജയം. ഹിജ്റയുടെ 8-ാം വർഷം. ഹിജ്റയുടെ 8-ാം വർഷം മദീനയിൽ നിന്ന് നബി തങ്ങൾ പ്രിയപ്പെട്ട സഹാബത്തുമായിട്ട് വരുന്നു. ക്രിസ്തുവർഷം 630 ജനുവരി മാസം 10-ാം തീയതി നേരെ വന്നു. മക്കയുടെ 4 ഭാഗത്തുള്ള കഅബാലയത്തിന്റെ 4 ഭാഗത്തുള്ള മലമടക്കുകളിൽ കയറി 10,000 സഹാബാക്കൾ നിൽക്കുകയാണ്. സഹാബാക്കളോട് നബി തങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ? എല്ലാവരും ഓരോ അടുപ്പ് കത്തിക്കാൻ പറഞ്ഞു. 10,000 അടുപ്പ് കത്തി. ആലോചിച്ച് നോക്കിയേ, 10,000 അടുപ്പ് മക്കയിൽ ജബൽ അബൂ ഖുബൈസിന്റെയും ഷൈബ് അബി താലിബിന്റെയും അതുപോലെ തന്നെ ജബൽ ഉമറിന്റെയും പരിസരങ്ങളിൽ സഹോദരങ്ങളെ 10,000 ഓരോരുത്തർ ഈ 2 അടുപ്പ് കത്തിക്കാൻ പറഞ്ഞു. അപ്പൊ എത്രയായി? 20,000 അടുപ്പുകൾ. ഒരു റിപ്പോർട്ടിൽ എന്നല്ല, ബഹുഭൂരിപക്ഷം റിപ്പോർട്ടും 10,000 എന്നാണ്. 10,000 അടുപ്പ് കഅബാലയത്തിന്റെ 4 ഭാഗത്തെ മലമടക്കുകളിൽ കത്തുകയാണ്. അബൂ സുഫിയാൻ, അബ്ബാസ് അടക്കമുള്ളവർ. അബ്ബാസ് ആരാ? നബി തങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചാപ്പ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അന്ന് മുസ്ലിം ആയിട്ടില്ല. ഇസ്ലാം ഒളിച്ചു വെച്ചിരിക്കുകയാണ്. അബൂ സുഫിയാൻ അന്ന് മുസ്ലിം ആയിട്ടില്ല. 10,000 അടുപ്പ്. 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 10,000 അടുപ്പ്.
ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അവരിങ്ങനെ മക്കയിൽ താമസിക്കുമ്പോ 4 ഭാഗത്തേക്ക് നോക്കുമ്പോ ഇന്നത്തെ പോലെ ക്ലോക്ക് ടവറും ഇന്നത്തെ പോലെ വലിയ വലിയ സ്ഥാപനങ്ങളൊന്നും അന്നില്ലല്ലോ. കഅബാലയം ഒരു കുഴിയിലാണ്. കഅബാലയം ഒരു കുഴിയിലാണ്. 4 ഭാഗത്ത് പർവ്വതങ്ങൾ. ആ പർവ്വതങ്ങളുടെ മുകളിൽ ഇങ്ങനെ തീ കത്തുകയാണ് രാത്രി. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 10,000 അടുപ്പ് കത്തിക്കാൻ പറഞ്ഞു. 10,000 അടുപ്പ് കത്തിച്ചു. ആ അടുപ്പ് കത്തുന്നത് കണ്ടപ്പോൾ അവർ മനസ്സിലായി, ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് പോകൽ നടക്കൂല, ഈ മക്ക വിട്ടു പോകൽ നടക്കൂല. അവസാനം അബൂ സുഫിയാൻ, ആലോചിക്കണം, അബൂ സുഫിയാനാണ് ബദറിന്റെ നായകൻ. അബൂ സുഫിയാനാണ് ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന നായകൻ. അബൂ സുഫിയാൻ അബ്ബാസിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അബ്ബാസ് തങ്ങളോട് പറയാണ്, അബ്ബാസേ, നീ ഒന്നെന്നെ മുഹമ്മദിന്റെ അടുത്ത് കൊണ്ടുപോവോ? എല്ലാം ഏറ്റു പറഞ്ഞിട്ട് എനിക്ക് മാപ്പ് ചോദിക്കണം, ഇനി രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അബ്ബാസ് പറഞ്ഞു റളിയല്ലാഹു അൻഹു. അപ്പോഴ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന രീതിയിൽ ആകാത്തത് കൊണ്ട് ആ പേരങ്ങനെ നമ്മൾ പറയുന്നത്. അബ്ബാസ് റളിയല്ലാഹു അൻഹു അപ്പോഴും മുസ്ലിം ആയിട്ടില്ല. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അബൂ സുഫിയാനോട് പറഞ്ഞു, അബൂ സുഫിയാനെ നിക്ക്, ഞാനൊന്ന് പോട്ടെ, എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠന്റെ മകനാണല്ലോ, ഞാനൊന്ന് പോകാം. അങ്ങനെ ചെന്നിട്ട് ചോദിച്ചു, മുഹമ്മദ് നബി തങ്ങുന്ന തമ്പ് എവിടെയാണ്? തമ്പ് കാണിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, നബിയേ, അബൂ സുഫിയാൻ ഒന്ന് കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. നബി തങ്ങൾക്കറിയാം അബ്ബാസ് തങ്ങളെ പറ്റിയിട്ട് രഹസ്യമായി വെച്ചിരിക്കുകയാണ്. അബ്ബാസ് തങ്ങൾ പറഞ്ഞു, അബൂ സുഫിയാൻ വന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ആയിക്കോട്ടെ, വന്നോട്ടെ, പ്രശ്നമല്ല. നബി തങ്ങളെ, ഈ അബൂ സുഫിയാൻ ഇത്തിരി ഫഖറിന്റെ ആളാ. ചില ആളുകളെ പൊക്കി വെച്ചു കൊടുത്തില്ലെങ്കിൽ ഒരു പൈസയും കൊടുക്കൂല. ചില ആളുകൾക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. ഇയാള് വലിയ ആളാന്ന് പറഞ്ഞില്ലെങ്കിൽ പൈസ കൊടുക്കൂല, വലിയ ആളാന്ന് പറഞ്ഞാൽ എന്തോണോ കൊടുക്കും. ചില ആളുകൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. മരണ വീട്ടിൽ പോയാൽ മയ്യത്താകണം, കല്യാണ വീട്ടിൽ പോയാൽ പുതിയാപ്പിളാകണം. ചിലർക്ക് അങ്ങനെയാണ്. അബ്ബാസ് തങ്ങൾ വന്നിട്ട് പറഞ്ഞു, അബൂ സുഫിയാൻ ഫഖറിന്റെ ഫഖറിന്റെ ആളാ, അവിടെ ഇച്ചിരി പൊക്കി വെച്ചു കൊടുക്കാൻ പറ്റുമോ നബി എന്ന് ചോദിച്ചു. എന്താ പ്രശ്നം? അയാളെ പൊക്കി വെച്ചു കൊടുത്താൽ എന്താ പ്രശ്നം? അയാൾ ഇസ്ലാമിലേക്ക് വരും എന്നുള്ളത് ശരിയല്ലേ? അയാളെ ഉപദ്രവം അവസാനിപ്പിക്കുന്നുള്ള ശരിയല്ലേ? ആ സമയത്ത് പറഞ്ഞു, എല്ലാം ഓക്കെയാണ്. നബി തങ്ങൾ ഒന്ന് പൊക്കി വെച്ചു കൊടുക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഹബീബ് അവിടെ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ച ഒരു വാക്കുണ്ട്. നിങ്ങളുടെ നേതാവ് അബൂ സുഫിയാൻ തന്നെ, ഞാൻ നിങ്ങളുടെ നേതൃത്വം പിടിച്ചു വാങ്ങാൻ വന്നവനല്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മൻ ദഖല ദാറ അബീ സുഫിയാന ഫഹുവ ആമിൻ. അബൂ സുഫിയാനിന്റെ വീട്ടിൽ ആരൊക്കെ വന്ന് അഭയം പ്രാപിക്കുമോ അവർ സുരക്ഷിതരാണ്, ഒരു പ്രതികാരവുമില്ല. മൻ ദഖലൽ മസ്ജിദ ഫഹുവ ആമിൻ. മസ്ജിദുൽ ഹറമിനകത്ത് ആര് കയറിയിരിക്കുവോ അവരും നിർഭയരാണ്. എന്നിട്ട് പറഞ്ഞു, മൻ അഗ്ലഖ അലൈഹി ദാറഹു ഫഹുവ ആമിൻ. സ്വന്തം വീടിനകത്ത് കയറിയിട്ട് വീട് കൊളുത്തിട്ടിരിക്കുന്നവർ ആരൊക്കെയാ അവരും നിർഭയരാണ്. എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങരുത്, നിങ്ങൾ പുറത്തിറങ്ങരുത്. ഒന്നുകിൽ അബൂ സുഫിയാന്റെ വീട്ടിൽ പോയി താമസിക്കണം, അല്ലെങ്കിൽ പള്ളിക്കകത്ത് കയറിയിരിക്കണം, അല്ലെങ്കിൽ സ്വന്തം വീട്ടിനകത്തിരുന്ന് കതക് കൊളുത്തിട്ടിരിക്കണം. പറ്റുമെന്ന് ചോദിച്ചു. എല്ലാരും പറഞ്ഞു ഇരുന്നോളാം. ആരൊക്കെയാ പറഞ്ഞേ? ഈ പുലി പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറയില്ലേ? അവരൊക്കെ വലിയ മുടിചൂടാൻ മന്നന്മാരായിരുന്നു. അവരെല്ലാം പഞ്ചപുച്ഛമടക്കി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയുടെ കയ്യിൽ കൊടി കൊടുത്തു, പതാക പിടിച്ചോളാൻ പറഞ്ഞു. മാർച്ച് ചെയ്യാൻ പരിശുദ്ധ കഅബയിലേക്ക്. മക്കാം ഫതഹ്, ഈ പരിശുദ്ധ റമളാൻ 20ാമത്തെ ദിവസം. അങ്ങനെ സഹാബി കയ്യിൽ വെച്ച് ആവേശം കൊണ്ട് വിളിച്ചു, അൽ യൗമ യൗമുൽ മൽഹമ. ഇന്ന് മാംസം ചിന്നിച്ചിതറുന്ന ദിവസമാണ്. തീവ്രവാദത്തിന്റെ പട്ടം ചാർത്തുന്ന മുഴുവൻ ചാനൽ തമ്പുരാക്കന്മാരോടും പറയാനുള്ളത്, ഇരപ്പഴ അധികാരം തങ്ങളുടെ കയ്യിൽ കിട്ടിയ അതുവരെയും ക്രൂര പീഡനങ്ങൾ കൊടുത്ത ഒരു സമൂഹത്തിന്റെ മുമ്പിൽ അള്ളാന്റെ മുത്തു റസൂല് അധികാരത്തിന്റെ ഇന്ദ്രപ്രസ്ഥത്തിന്റെ കയ്യിൽ ചെങ്കോല് പിടിച്ച് വിരലൻ നനക്കിയാൽ, ഒന്ന് മൂടിയാൽ അവിടെ മുഴുവനും ചുട്ടരിച്ച് ചാമ്പൽ കൂനകളാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സർവസന്നാഹങ്ങളോടെ 10,000 സഹാബത്തോടൊപ്പം വന്ന പ്രിയപ്പെട്ട പ്രവാചകന്റെ ധ്വജവാഹകനായ സഹാബി പറയുന്നു, അൽ യൗമ യൗമുൽ മൽഹമ. ഇന്ന് ഇറച്ചി മണ്ണിൽ പുലരുന്ന ദിവസമാണ്. മണ്ണിൽ കിടന്ന് നിങ്ങളുടെ ഇറച്ചി അങ്ങനെ പുരളുന്ന ഒരു ദിവസമാണ് ഇന്നെന്ന് പറഞ്ഞപ്പോൾ ആ കൊടി റസൂലുള്ള പിടിച്ചങ്ങ് വാങ്ങി. നീ പിടിക്കണ്ട.
എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, വിളിക്കൂ, അൽ യൗമ യൗമുൽ മർഹബ, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്. വെല്ലുവിളിക്കുകയാ. ഉമ്മാന്റെ മുലപ്പാല് കുടിച്ചവർ, ഉമ്മാന്റെ മുലപ്പാല് കുടിച്ചവർ, മൂക്ക് കീപ്പോട്ടുള്ളവർ, ബ്ലഡ് സർക്കുലേഷൻ സിരകളിലൂടെ ഓടുന്നവർ, ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമാണെന്ന് പറയാൻ നിങ്ങൾക്ക് ആരാ പഠിപ്പിച്ചത്? നമ്മൾ മതേതരത്വം കാണിക്കാൻ പള്ളികൾ തുറന്നു. വരിൻ, അടുപ്പ് കൂട്ടിക്കോ, ബാത്റൂമിൽ കയറിക്കോ, നിങ്ങൾക്ക് കഞ്ഞി ഇതാ വായിലേക്ക് ഞങ്ങൾ ഒഴിച്ചു തരാം എന്ന് പറഞ്ഞപ്പോഴും പറയുന്നു വർഗീയ ശക്തികൾ, മുട്ടമ്പം നിങ്ങൾ തുറന്നു തരുന്ന ബാത്റൂം അല്ല മതേതരത്വമെന്ന്. എന്തിനാ നമ്മൾ ഈ പൊല്ലാപ്പിന് പോകുന്നത്? 30 വർഷം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അല്ലെ 30 വർഷമാണെന്ന് തോന്നുന്നു, സെൻട്രൽ ജുമാ മസ്ജിദിന്റെ 30 വർഷമായില്ലേ, ഓഡിറ്റോറിയം തുറന്നു കിടക്കുകയാണ്. ആർക്ക്? പൊങ്കാലയിടാൻ വരുന്ന പ്രിയപ്പെട്ട സഹോദരിമാർക്ക് രാത്രി കിടക്കാൻ. വെള്ളിയാഴ്ച പറഞ്ഞോ, വരിൻ നിങ്ങൾക്ക് കിടക്കാൻ പായം തലങ്ങണിയും പുതപ്പ് ഇവിടെ റെഡിയാന്ന് പറഞ്ഞോ? പറഞ്ഞില്ല, പറയേണ്ട കാര്യമില്ല. കാരണം മുസ്ലിം സഹോദരങ്ങളും ഹൈന്ദവ സഹോദരങ്ങളും ഏകോദര സഹോദരങ്ങളെ പോലെ സന്തോഷത്തോടെ കഴിയുമ്പോ അവർ രാത്രി സ്ത്രീകളല്ലേ, അവർ വിശ്വാസമനുസരിച്ച് പൊങ്കാലയിടാൻ വരുമ്പോ അവർക്കൊന്ന് രാത്രി കിടക്കാൻ സെൻട്രൽ ജുമാ മസ്ജിദിന്റെ ഓഡിറ്റോറിയം തുറന്നു കിടക്കുക. അവർ കയറി കിടന്നു എന്ന് കരുതിയിട്ട് പകലിൽ അവർക്ക് ബിരിയാണി വിളമ്പിയില്ല, അവർക്ക് ഭക്ഷണം കൊടുത്തില്ല. കാരണം അതിനൊക്കെ സാമ്പത്തിക ശേഷിയുള്ളവരും ഒരു ഹർത്താൽ രഹിത ദിവസമായത് കൊണ്ട് തന്നെ എല്ലാം സുലഭമാണ്. സംഘടനകളും അതുപോലെ തന്നെ നഗരസഭയൊക്കെ അവർക്ക് ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ടൊക്കെ വരുമ്പോ ഓരോ വണ്ടികൾ തടഞ്ഞു നിർത്തിയിട്ട് ഓരോ പാർട്ടിക്കാർ വെള്ളം കൊടുക്കുമ്പോൾ അവർ പറയുന്നു, വേണ്ട, കുടിച്ചു മടുത്തു, വേണ്ട. അപ്പോഴും പറയുന്നു, ഇല്ല, ഇച്ചിരി കുടിച്ചോളി, ഞങ്ങൾക്ക് നോമ്പാ, നിങ്ങൾ കുടിച്ചോളി, ഞങ്ങൾ മതേതരത്വക്കാരാ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എന്തിനാ നമ്മൾ? അപ്പോഴാണ് പലരും പറയുന്നു, നിങ്ങൾ ഇനി എന്ത് കാണിച്ചിട്ടും കാര്യമൊന്നുമില്ല, നിങ്ങൾ ഞങ്ങളുടെ കണ്ണിൽ ഒരു വിഭാഗം തന്നെയാണെന്ന്. എന്തിനാ പറയിപ്പിക്കുന്നേ? കരുണയുടെ മതമാണ് ഇസ്ലാം. അത് എടുത്ത് പറയണം. പെണ്ണേ പ്രസവിക്കൂ. എനിക്കൊരു കുഞ്ഞുണ്ട്, എന്നിട്ട് പറയാണ്, എന്റെ ഭാര്യ കേട്ടോ പ്രസവിച്ച, ഞാനല്ല കേട്ടോ. എന്തിനാ അത് പറയുന്ന? പെണ്ണേ പ്രസവിക്കൂ. ഉസ്താദിന് എത്ര മക്കളാ? എനിക്ക് 3 പേരാ. പിന്നെ 3 എന്റെ ഭാര്യ കേട്ടാ പ്രസവിച്ചത് എന്ന് പറയേണ്ട കാര്യമുണ്ടോ? എടാ, പെണ്ണെ പ്രസവിക്കൂ, ഞാൻ പ്രസവിക്കൂലല്ലോ. ഇത് കാരുണ്യത്തിന്റെ മതമാണ്. വെള്ളം ചോദിച്ചു വരുന്നതിന് വെള്ളം കൊടുക്കും, കിടക്കാൻ പായ വയ്ക്കുന്ന പായ കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള മതമാണ് ഇസ്ലാം. അതിന് പ്രത്യേകമായ എന്തെങ്കിലും സംവിധാനം കൊടുക്കേണ്ട കാര്യമില്ല, പറയിപ്പിക്കേണ്ട കാര്യമില്ല. മിമ്പറുകൾ അതിന് ഉപയോഗിക്കേണ്ടതല്ല. വാരിയല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളങ്ങളിൽ ഭക്തിയും തഖ്വയും ശുദ്ധിയും വൃത്തിയും വ്യക്തിത്വവും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി മിമ്പറുകൾ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ നമ്മൾ എന്ത് കാണിച്ചാലും ഷോള് കിട്ടും കുറച്ച്, അതിപ്പോ 150 രൂപ കൊടുത്താൽ ഇവിടെ നിന്നും കിട്ടും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യത്തിന്റെ മതമാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അറിയാം ഇത് കരുണയുടെ മതമാണ്. അധികാരമില്ലാതിരുന്നപ്പോ പാവപ്പെട്ട സഹാബാക്കളോട് നിങ്ങൾ പ്രതികരിച്ചോളൂ, ഇനിയും നിങ്ങൾ അടികൊള്ളല്ലേ എന്ന് പറഞ്ഞ ബദർ ഈ റമളാനിൽ അധികാരം നിങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോ പറഞ്ഞു, നിങ്ങൾ കരുണ കാണിക്കേണ്ടവരാണ്, ഇനി നിങ്ങൾ തിരിച്ചടിക്കേണ്ടവരല്ല. ഒരാളെ പോലും നിങ്ങൾ ഹംസത്തുൽ കറാർ തങ്ങളുടെ തലയോട്ടി പിളർത്തിയിട്ട് തലയോട്ടിയിൽ കള്ളൊഴിച്ചു കുടിച്ചു. കൊടലെടുത്ത് കഴുത്തിൽ ഹാരമണിഞ്ഞിട്ട് നെഞ്ച് വെട്ടിപ്പിളർന്നിട്ട് നെഞ്ചകത്ത് കയറി നിന്ന് പിന്നെ നൃത്തം ചെയ്തു. ആര്? ചാട്ടുളി വിദഗ്ധൻ വഹ്ശി. എന്തേ നിങ്ങളുടെ ചുണ്ടനങ്ങാത്തത്? ഹംസത്തുൽ കറാർ എന്ന മുത്തുനബിയുടെ കൊച്ചാപ്പയുടെ നെഞ്ച് വെട്ടിപ്പിളർന്ന കടാര കൊണ്ട് തല വെട്ടിപ്പിളർന്ന സഹാബി, വെട്ടിപ്പിളർന്ന കാപാലികനായിരുന്നയാള് വഹ്ശി റളിയല്ലാഹു അൻഹു. അത് ഇസ്ലാമിലേക്ക് വന്നു. കരുണയുടെ മതം. ഈ ചാട്ടുളി വിദഗ്ധനായ വഹ്ശിക്ക് കാശ് കൊടുത്തതൊക്കെ ചെയ്യിപ്പിച്ചത് ഹിന്ദ് റളിയല്ലാഹു അൻഹാ മക്കം ഫതഹിൽ മുസ്ലിമായി. അവരുടെ പ്രിയപ്പെട്ട ഭർത്താവ് അബൂ സുഫിയാൻ ബദറിൽ നബിതങ്ങൾക്കെതിരെ പട നയിച്ചവൻ. പറയൂ, റളിയല്ലാഹു അൻഹു മുസ്ലിമായി മക്കം ഫതഹിൽ. ഇതാണ് ഇസ്ലാം. അൽ യൗമ യൗമുൽ മൽഹമ, ഇന്ന് കാണിച്ചു തരാമടാ എന്ന് പറഞ്ഞ സഹാബിയുടെ കയ്യിൽ നിന്ന് കൊടി വാങ്ങിയിട്ട് ഇന്ന് അധികാരം നമ്മുടെ കയ്യിലാ സഹാബ. നമ്മൾ കരുണ കാണിക്കേണ്ടവരാണെന്ന് പഠിപ്പിച്ച കാരുണ്യത്തിന്റെ മതമാണ് പരിശുദ്ധ ഇസ്ലാം.